അപ്പോൾ അമാനത്ത് എന്ന് പറയുന്നത് ഈമാൻ എന്ന മഹനീയമായ 3 റുക്നുകളുള്ള ആ മഹത്തായ ആശയം ഉൾക്കൊള്ളലാണ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കൽ, ഇഅ്തിഖാദുൻ ബിൽ ഖൽബ്, അത് നാവുകൊണ്ട് പറയൽ, വഖൗലുൻ ബിൽ ലിസാൻ, അങ്ങനെ പറയുന്നതും ഹൃദയത്തിലുള്ളതും അനുസരിച്ച് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കൽ, അമലും ബിൽ ജവാരിഹ്, ഇത് 3മാണല്ലോ ഈമാൻ. ഈ ഈമാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ച ഉത്തരവാദിത്തം. ആകാശങ്ങൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചിട്ടുണ്ട്, പർവ്വതങ്ങൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചിട്ടുണ്ട്, ഭൂമി ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചിട്ടുണ്ട്. സൂറത്തുൽ അഹ്സാബിലെ അവസാന ഭാഗത്ത് അല്ലാഹു പറഞ്ഞത്, ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാലി ഫഅബൈന അൻ യഹ്മിൽനഹാ വഅഷ്ഫഖ്ന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന വലൂമൻ ജഹൂലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ എന്ന മഹത്തരമായ ഉത്തരവാദിത്തത്തെ ആകാശലോകങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. നിങ്ങളുടെ നാവും നിങ്ങളുടെ പ്രവർത്തികളും നിങ്ങളുടെ ഹൃദയങ്ങളും ശുദ്ധീകരിച്ച് റബ്ബിന് ഇബാദത്ത് ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ? വീഴ്ച വരുത്തിയാൽ നരകം, പൂർത്തീകരിച്ചാൽ സ്വർഗം, ഇത് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ആകാശങ്ങൾ പറഞ്ഞു, അല്ലാഹുവേ ഞങ്ങളില്ല, ഞങ്ങൾക്കത് സാധ്യമല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷയും വേണ്ട ശിക്ഷയും വേണ്ട, ഞങ്ങൾ നിന്നെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചു കൊള്ളാം എന്ന് ആകാശലോകം മറുപടി പറഞ്ഞു. നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിലെ അവസാന ഭാഗത്തുള്ള ഈ ആയത്തിന്റെ തഫ്സീർ എടുത്ത് പരിശോധിച്ചു നോക്കുക. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഈ തഫ്സീർ നമുക്ക് കാണാൻ സാധിക്കും. ഭൂമിക്ക് കാണിച്ചു കൊടുത്തു, ഓ ഭൂമി, നീ അത് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ഭൂമി പറഞ്ഞു, സാധ്യമല്ല റബ്ബേ, എനിക്ക് പേടിയാണ് റബ്ബേ, ഈ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയാൽ വരാനിരിക്കുന്ന ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ട് ഭൂമിയും അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. പർവ്വതങ്ങളും പറഞ്ഞു, ആ ഭീമാകാരമുള്ള പർവ്വതങ്ങൾ, വലിയ വലിയ പാറകൾ മാത്രം ഉൾക്കൊള്ളുന്ന പർവ്വതങ്ങൾ, ആ പർവ്വതങ്ങൾ പറഞ്ഞു, ഇല്ല ഇല്ല ഇല്ല, ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല, ഞങ്ങൾ ഭയപ്പെടുന്നു റബ്ബേ. ഫഅബൈന അൻ യഹ്മിൽനഹാ, ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആകാശങ്ങളും പർവ്വതവും ഭൂമിയും വിസമ്മതിച്ചു. വഅഷ്ഫഖ്ന മിൻഹാ, അതിനെക്കുറിച്ച് അവർക്ക് പേടി തോന്നി, ഭീതി തോന്നി, ഇത് വലിയ ഉത്തരവാദിത്തം തന്നെ എന്നവർക്ക് മനസ്സിലായി. എന്നാലോ വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അത് ഏറ്റെടുത്തു, ആദമിന്റെ മക്കൾ അത് ഏറ്റെടുത്തു. ഇന്നഹു കാന വലൂമൻ ജഹൂല, അവൻ വാലിമും ജാഹിലുമായിരിക്കുന്നു, അക്രമിയും വിഡ്ഢിയുമായിരിക്കുന്നു. മനുഷ്യൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തെ ഭംഗിയായി നിർവഹിച്ചില്ല, ഹൃദയത്തിന്റെ ശുദ്ധിയിൽ അവൻ ശ്രദ്ധിച്ചില്ല, നാവിനെ നിയന്ത്രിക്കാൻ അവൻ കൂട്ടാക്കിയില്ല, ആ നാവിലും ഹൃദയത്തിലുമുള്ളതനുസരിച്ച് പ്രവർത്തിക്കുവാനും അവന് സന്നദ്ധമായില്ല. അവൻ ഉള്ളിലില്ലാത്തത് പറയാൻ തുടങ്ങി, അവൻ പറയുന്നത് പ്രവർത്തിക്കാതിരിക്കാൻ തുടങ്ങി. അങ്ങനെ അമാനത്തുകളിൽ വമ്പിച്ച വീഴ്ച വരുത്തി. ഈ അമാനത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന വലിയൊരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെയും ഭൂമിയെയും പർവ്വതത്തെയും കാണിച്ചു കൊടുത്ത അമാനത്ത് എന്താണ് എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, വഇന്നാ അറദ്നൽ അമാനത, നാം അമാനത്ത് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഐ അൽ ഫറായിൽ മഫ്റൂദ, മനുഷ്യൻ അല്ലാഹു നിശ്ചയിച്ച ഫർളുകളാകുന്നു. അല്ലാഹു നിർബന്ധമാക്കിയ എല്ലാ കാര്യങ്ങളും, അല്ലാഹു വാജിബാക്കിയ എല്ലാ കാര്യങ്ങളും, അല്ലാഹു കൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്? അമാനത്താകുന്നു. അല്ലെങ്കിൽ അവിന്നിയ്യ, നമ്മളുടെ ഹൃദയത്തിന്റെ ശുദ്ധി, അത് അമാനത്താകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച അമാനത്താകുന്നു. അല്ലതി യഅതഖിദുഹാ ഫീമാ യുൽഹിറുഹു ബിൽ ലിസാൻ, നാവ് കൊണ്ട് നിങ്ങൾ പ്രഖ്യാപിക്കുന്ന ഈമാൻ ഉണ്ടല്ലോ, നാവ് കൊണ്ട് നിങ്ങൾ പ്രഖ്യാപിക്കുന്ന ആ നിയ്യത്തുണ്ടല്ലോ, ഞങ്ങളത് ഏറ്റെടുക്കുവാൻ തയ്യാറായിട്ടുള്ള മുസ്ലിമീങ്ങളാണ്, ഞങ്ങൾ മുഅ്മിനുകളാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ പ്രഖ്യാപിക്കുന്ന ആ നിയ്യത്തും നാവ് കൊണ്ടുള്ള ആ ഇൽഹാറും, ഇതാണ് യഥാർത്ഥത്തിൽ അമാനത്ത്. അതാകുന്നു മിനൽ ഈമാനി വയുഅദ്ദീഹി മിൻ ജമീഇൽ ഫറായിൽ ഫിൽ ളാഹിർ. നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആ നിയ്യത്തനുസരിച്ച് നിങ്ങൾ പുറത്തെന്ത് ചെയ്യണം? നിങ്ങൾ പ്രവർത്തിക്കണം. ലിഅന്ന അല്ലാഹു തആല ഇഅ്തമനഹു അലൈഹാ വലം യുദ്ഹിറഹാ ലിഅഹദിൻ മിൻ ഖൽഖിഹി. കാരണം അല്ലാഹു ആകാശത്തെ അത് ഏൽപ്പിച്ചില്ല, അവർക്ക് പേടിയായതുകൊണ്ട് അല്ലാഹു അവർക്ക് വിട്ടുകൊടുത്തു. ഭൂമിയെ ഏൽപ്പിച്ചില്ല, പർവ്വതങ്ങളെ ഏൽപ്പിച്ചില്ല. നമ്മളെ അല്ലാഹു ഏൽപ്പിച്ച അമാനത്ത്, ഈ മഹത്തായ അമാനത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ചു. എന്നാൽ ഈ അമാനത്ത് നിർവഹിക്കുന്ന വിഷയത്തിലുള്ള നമ്മളുടെ ഉത്തരവാദിത്ത ബോധമാണ്
എത്ര കണ്ട് നമ്മൾ വിജയിച്ചു, നമ്മൾ പരാജയപ്പെട്ടു എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറഞ്ഞു, ഫമൻ അളമറ മിനത് തൗഹീദി മിസ്ല മാ അൽഹറ ഫഖദ് അദ്ദൽ അമാന. ആരെങ്കിലും പറഞ്ഞതുപോലെ ജീവിക്കാൻ സന്നദ്ധനായാൽ, ആരെങ്കിലും തന്റെ വിശ്വാസമനുസരിച്ച് പറയാനും പ്രവർത്തിക്കുവാനുമുള്ള ധൈര്യവും തന്റെ ഇടവും കാണിച്ചാൽ ഫഖദ് അദ്ദൽ അമാന, അയാൾ അമാനത്ത് നിർവഹിച്ചിരിക്കുന്നു, അയാൾ അമാനത്ത് നിർവഹിച്ചിരിക്കുന്നു എന്ന്. സഹോദരങ്ങളെ, അപ്പോൾ ശരിയായ അമാനത്ത് എന്നത് നമ്മളുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കലാണ്, തൗഹീദ് അനുസരിച്ച് ജീവിക്കലാണ്, സുന്നത്തനുസരിച്ച് ജീവിക്കലാണ്, ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിക്കലാണ്. ഏതൊരാദർശമാണോ നമ്മൾ പ്രഖ്യാപിക്കുന്നത് ആ ആദർശത്തിന്റെ വിശുദ്ധി ജീവിതത്തിന്റെ മുഴുവൻ രംഗങ്ങളിലും കൊണ്ട് നടക്കലാണ് ഈ അമാനത്ത്. നമ്മളുടെ രഹസ്യത്തിലും നമ്മളുടെ പരസ്യത്തിലും നമ്മൾ ഒരുപോലെയായിരിക്കണം. നമ്മൾ വിദേശത്താണെങ്കിലും നമ്മൾ സ്വദേശത്താണെങ്കിലും നമ്മൾ ഒരുപോലെയായിരിക്കണം. നമ്മൾ ആളുകളുടെ മധ്യത്തിലാണെങ്കിലും നമ്മൾ ഒറ്റക്കാണെങ്കിലും നമ്മൾ ഒരുപോലെയായിരിക്കണം. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നമ്മുടെ ഹൃദയവും നമ്മുടെ നാക്കും നമ്മളുടെ പ്രവർത്തനവും ശുദ്ധീകരിക്കപ്പെട്ടതാണെങ്കിൽ, ഒരുപോലെയുള്ളതാണെങ്കിൽ, അതിനാണ് അമാനത്ത് നിർവഹിക്കുക എന്ന് പറയുന്നത്. എന്നാൽ ആളുകൾ കൂടുമ്പോൾ ഒന്ന് പറയുകയും ആളുകളോട് മറ്റൊന്ന് പറയുകയും സ്വന്തം വ്യക്തി ജീവിതത്തിൽ മറ്റൊന്ന് പ്രവർത്തിക്കുകയും വാക്കും ഹൃദയവും തമ്മിലും, ഹൃദയവും വാക്കും അമലുകളും തമ്മിലും യാതൊരു പൊരുത്തമില്ലാതിരിക്കുകയും ചെയ്താൽ അവൻ അമാനത്ത് നിർവഹിച്ചവനല്ല, മറിച്ച് അവൻ ഖിയാനത്ത് ചെയ്തവനാണ്, വഞ്ചന നടത്തുന്നവനാണ്. അള്ളാഹുവിനെ വഞ്ചിക്കുവാൻ, പ്രവാചകനെ വഞ്ചിക്കുവാൻ, ഇസ്ലാമിനെ വഞ്ചിക്കുവാൻ താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിൽ വഞ്ചന കാണിക്കുന്നവനായിരിക്കും അവൻ. അതുകൊണ്ട് തഖ്വ എന്നത്, ഈമാൻ എന്നത്, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക എന്നത്, അമാനത്ത് നിറവേറ്റുക എന്നത് ചില്ലറ കാര്യമാണെന്ന് ഞാനും നിങ്ങളും തെറ്റിദ്ധരിച്ചാൽ അഹ്ലൻ റമദാൻ എന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞു പോവാൻ സാധിക്കും. പക്ഷേ അതിന്റെ ഗാംഭീര്യവും അതിന്റെ ഗൗരവവും ആ ഉത്തരവാദിത്തത്തിന്റെ മഹിമയും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിയായ രൂപത്തിൽ ജീവിത വിശുദ്ധി കൈവരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മഹാന്മാരായ സ്വഹാബികൾ 6 മാസം അവർ റബ്ബിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബല്ലിഗ്നാ ശഹ്റ റമളാൻ, അല്ലാഹുവേ റമളാൻ മാസത്തെ ഞങ്ങൾക്ക് എത്തിച്ചു തരണേ എന്ന്. റമളാൻ തുടങ്ങുന്നതിന്റെ ഒരു ദിവസം മുമ്പോ, ഒരാഴ്ച മുമ്പോ, ഒരു മാസം മുമ്പോ അല്ല, 6 മാസവും പ്രാർത്ഥിക്കുന്നത് റബ്ബേ റമളാനിനെ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണേ എന്നാണ്. റമളാൻ കഴിഞ്ഞ് 6 മാസവും അവർ പ്രാർത്ഥിക്കുന്നത് റബ്ബേ റമളാനിലെ ഞങ്ങളുടെ അമലുകൾ സ്വീകരിക്കണേ. ഇങ്ങനെ വർഷം മുഴുവനും റമളാനിന്റെ തണലിൽ, റമളാൻ നൽകുന്ന ആ ചൈതന്യത്തിൽ, റമളാൻ നൽകുന്ന ആ ആത്മവിശുദ്ധിയിലായിരുന്നു അവർ. കാരണം അവർക്കതിന്റെ ഗൗരവം മനസ്സിലായി എന്നതാണ് അതിനുള്ള കാരണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആകാശലോകങ്ങളും പർവ്വതവും ഭൂമിയും ഏറ്റെടുക്കാൻ വിസമ്മതിച്ച മഹത്തായ ഉത്തരവാദിത്തമാണ് നമ്മളുടെ ജീവിതം, നമ്മളുടെ ഈമാൻ. ഈ അമാനത്ത് നിർവഹിക്കുവാൻ എന്നെയും നിങ്ങളെയും പ്രാപ്തരാക്കി തീർക്കുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സജ്ജീകരിക്കുന്ന മാസമാണ് യഥാർത്ഥത്തിൽ എന്ത്? റമളാൻ. നമ്മുടെ ഹൃദയശുദ്ധി മഗ്ഫിറത്ത് കൊണ്ടും തൗബ കൊണ്ടും പടച്ച റബ്ബിനോട് തൗബ ചെയ്തുകൊണ്ടും നമ്മുടെ ഈമാനും ഇഹ്തിസാബും നമ്മൾ ശരിയാക്കിയിട്ട് റബ്ബിനോട് പ്രാർത്ഥിച്ച് ഹൃദയത്തിന്റെ വിശുദ്ധി നേടുന്ന മാസം. അതുപോലെ തന്നെ അമലുകളിൽ അങ്ങേയറ്റം ശുഷ്കാന്തി കാണിക്കുകയും അള്ളാഹു നിശ്ചയിച്ച ഫറായിലുകൾ മുഴുവൻ നിർവഹിക്കുകയും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നു. അല്ല, അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ പോലും റബ്ബ് പാടില്ല എന്ന് പറഞ്ഞാൽ മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് നമ്മൾ പടച്ച റബ്ബിന് കാണിച്ചു കൊടുക്കലാണ് റമളാൻ. കാരണം എന്താണ്? ഹലാലായി നമ്മൾ സമ്പാദിച്ച ധനത്തിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണം കഴിക്കൽ ഇസ്ലാം അനുവദിക്കുന്നു. പക്ഷേ റമളാനിന്റെ പകലിൽ ഹലാലായ ഭക്ഷണമാണെങ്കിലും കഴിക്കാൻ പാടില്ല, ഹലാലായ വെള്ളമാണെങ്കിലും കുടിക്കാൻ പാടില്ല. നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവളെ സമീപിക്കാൻ പാടില്ല. അപ്പോൾ പടച്ച റബ്ബ് അനുവദിച്ചതുപോലും റബ്ബ് വേണ്ട എന്ന് പറഞ്ഞാൽ മാറ്റിവെക്കാനുള്ള സന്നദ്ധതയും തന്റെ ഇടവും ഹൃദയവിശുദ്ധിയും നീയത്തിന്റെ ശക്തിയും എനിക്കുണ്ട് എന്ന് തെളിയിക്കലാണ് യഥാർത്ഥത്തിൽ റമളാൻ. അത് ജീവിതത്തിന്റെ മറ്റ് എല്ലാ മേഖലകളിലേക്കും പടർന്ന് പന്തലിച്ചാലേ ശരിയായ റമളാനിനോടുള്ള ഉത്തരവാദിത്തം, ശരിയായ അമാനത്ത് നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ.